അവനത് ചെയ്യില്ല. എനിക്കവനെ ഒന്ന് കാണണം. ഞാനും അവനും കൂടി തീരുമാനിച്ചതാണ് മരിക്കാൻ. പക്ഷേ മരിക്കാൻ തീരുമാനിച്ച ഞങ്ങൾ രണ്ടുപേരും മരിച്ചില്ല, ബാക്കിയുള്ളവരെല്ലാം മരണപ്പെട്ടു. അതെങ്ങനെയാണ് എന്ന് എനിക്കറിയണം. ഇത് പറയുന്നത് വെഞ്ഞാറമ്മൂട് 5 പേരെ ദാരുണമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അഫാൻ്റെ ഉമ്മ ഷെമിയാണ്. ഷെമി പലപ്പോഴായി അബ്ദുൾ റഹീമിനോട് പറയുകയാണ്, എനിക്ക് അഫാനെ കാണണം, അഫാനെ കണ്ടേ മതിയാകൂ. മാത്രമല്ല ഷെമി പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതാണ് നമ്മളെയൊക്കെ ഇപ്പോഴും ചോദ്യമുനയിൽ നിർത്തുന്നത്. താൻ കട്ടിലിൽ നിന്ന് വീണാണ് തനിക്ക് പരിക്കേറ്റത് എന്ന ഷെമി ഒരു 100 ആവർത്തിച്ചു പറയുകയാണ്. എന്തിനാണ് ഷെമി കള്ളം പറയുന്നത്? ആരെ രക്ഷിക്കാനാണ് ഷെമി കള്ളം പറയുന്നത്? സ്വയം രക്ഷയ്ക്കാണോ അതോ മകനെ രക്ഷപ്പെടുത്തിയെടുക്കാനാണോ? പറയാനുള്ള കാരണം അഫാൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഉമ്മയെയാണ് ആദ്യം അതിക്രൂരമായി ഉപദ്രവിച്ചത്. ഉമ്മയും ഞാനും കൂടി ഫെബ്രുവരി 24 വീടിൻ്റെ വരാന്തയിലിരുന്ന് അല്ലെങ്കിൽ വീടിൻ്റെ മുൻവശത്തിരുന്ന് സംസാരിക്കുകയാണ്. ഇത്രയും രൂപയുടെ കടമുണ്ട്, ആ കടം നമ്മളെ കൊണ്ട് ഇനി തീർക്കാൻ കഴിയില്ല. പോലീസിൻ്റെ കണക്കിൽ 40 ലക്ഷമാണ്, അഫാൻ്റെയും ഷെമിയുടെയും കണക്കിൽ 65 ലക്ഷം രൂപയാണ്. ആ കടം ഇനി തീർക്കാൻ കഴിയില്ല, സഹായിക്കാൻ ആരും ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് മരിക്കാം. അപ്പോൾ അഫാൻ പറയുന്നു, ഉമ്മ വെക്കോ, ഞാൻ അനിയനെയും കൂട്ടി അങ്ങ് വരാം എന്ന് പറയുന്നു. ഉടൻ തന്നെ അഫാൻ ഉമ്മ തലയിലിട്ടിരുന്ന ഷോൾ കഴുത്തിൽ ചുറ്റി വളരെ ക്രൂരമായി ഉപദ്രവിക്കുന്നു. അതിനുശേഷം ഉമ്മയുടെ തല ഭിത്തിയിലിടിക്കുന്നു. ഇടിപ്പിച്ചതിനു ശേഷം മുറിയിലേക്ക് പൂട്ടിയിട്ടിട്ട് പോകുന്നു. പിന്നെയും വന്ന് ഉമ്മയ്ക്ക് ബോധമുണ്ട് എന്ന് കണ്ടപ്പോൾ ഉമ്മയെ വീണ്ടും അതിമാരകമായി ഉപദ്രവിക്കുകയാണ് അഫാൻ ചെയ്യുന്നത്. ഈ ഷെമിക്ക് കട്ടിലിൽ നിന്ന് വീണു എന്ന് പറയുന്ന ഷെമിക്ക് വളരെ ഗുരുതരമായ പരിക്കാണ് ഏറ്റിരിക്കുന്നത്. 17 ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് ഏകദേശം 1-2 ദിവസം ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു. ഇപ്പോഴും അവർ മാനസികമായും ശാരീരികമായും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. കെയർ ഹോമിലാണ്. മറ്റൊരിടവും പോകാൻ നിവർത്തിയില്ലാതെ അബ്ദുൾ റഹീം എന്ന് പറയുന്ന ബാപ്പ ഇപ്പോഴും പെരുവഴിയിലാണ്. ഷെമി കെയർ ഹോമിലാണ്. ആ കെയർ ഹോമിൽ നിന്നുകൊണ്ടാണ് ഷെമി ഈ കള്ളങ്ങളൊക്കെ ആവർത്തിക്കുന്നത് എന്നുള്ളതാണ് വിരോധാഭാസം എന്ന് പറയുന്നത്. ഒന്നുകിൽ അഫാനെ രക്ഷിക്കണം, അല്ലെങ്കിൽ ഷെമിക്ക് സ്വയം രക്ഷപ്പെടണം. കാരണം അഫാനേക്കാൾ കൂടുതൽ പക ഷെമിക്കാണുള്ളത്. ഈ കടങ്ങളൊക്കെ ഷെമി കാരണമാണ് വന്നത് എന്ന് അഫാന് നന്നായിട്ട് അറിയാം. കാരണം അമ്മയ്ക്ക് ചിട്ടി ഉണ്ടായിരുന്നു, അമ്മയുടെ ആർഭാട ജീവിതമാണ്. ഒരു വരവും ചെലവും കണക്ക് കൃത്യമായി നോക്കാതെ പണം എങ്ങനെയും വിനിയോഗിക്കാം എന്ന് ഉമ്മ വിചാരിച്ച് അങ്ങനെ ഉമ്മ ചിലവഴിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും രൂപയുടെ കടം വന്നത്. ആ കടം തീർക്കാനായി പലയിടത്തു നിന്നും ഷെമി പിന്നീടും കടം വാങ്ങുന്നു. അതിനുശേഷം ഭർത്താവിൻ്റെ അമ്മയും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഉമ്മയും ഭർത്താവിൻ്റെ സഹോദരനുമൊക്കെ ഷെമിയെ നിരന്തരം വഴക്ക് പറയുകയാണ്. നിൻ്റെ കൃത്യമായ ഉത്തരവാദിത്വ ബോധമില്ലാത്ത ജീവിതമാണ് ഇതിലേക്ക് നയിച്ചത്. എൻ്റെ മകൻ ഇത്രയും വർഷമായി ഗൾഫിൽ കിടന്ന് അല്ലെങ്കിൽ പ്രവാസ ജീവിതം നയിച്ച് അവൻ പണം അയച്ചു തന്നിട്ടും നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇത്രയും കടം വന്നത് എന്നൊക്കെ ചോദിച്ച് നിരന്തരം ഈ സഹോദരനും ഭർത്താവിൻ്റെ ഉമ്മയും നിരന്തരമായി ഷെമിയെ വല്ലാതെ ചീത്ത പറയുകയും വഴക്ക് പറയുകയും ചെയ്യുകയാണ്. ഇതെല്ലാം ഷെമി വന്ന് പറയുന്നത് അഫാനോടാണെങ്കിലും ഷെമിക്ക് പക മുഴുവൻ ഇവരോടൊക്കെ ഉണ്ട്. പണം ചോദിച്ചവരാരും തരുന്നില്ല, പലരോടും പണം ചോദിച്ചു. മാത്രമല്ല ഈ ബാങ്കിൽ നിന്ന് വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിൽ നിന്നുള്ള അസിസ്റ്റന്റ് മാനേജറുടെ നിരന്തരമായ ഭീഷണി വല്ലാതെ രീതിയിൽ അലട്ടുന്നുണ്ട്. ബന്ധുക്കളിൽ നിന്ന് വാങ്ങിയ പണം അഫാൻ്റെ അച്ഛൻ റഹീം അയച്ചു കൊടുത്തിട്ടും കൊടുത്തിട്ടില്ല. 4 ലക്ഷം രൂപ അദ്ദേഹം അയച്ചു കൊടുത്തു, അതിൽ 2 ലക്ഷം രൂപ എന്തു ചെയ്തു എന്നുള്ള ചോദ്യം വരും. ഒരുപാട് ബന്ധുക്കളുടെ അടുത്ത് കാല് പിടിച്ച് ചോദിച്ചിട്ടും അവരാരും പണം കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഷെമിക്കാണ് പക ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത്. ഈ ഓരോരുത്തരെയായി അഫാൻ വീട്ടിൽ പോയി ഇത്രയും ഗുരുതരമായി മാരകമായി തല്ലി ചുറ്റിക കൊണ്ട് അടിച്ച് തീർത്തു എങ്കിൽ ലത്തീഫിനോട് ഇത്രയും ക്രൂരമായ പക അഫാന് തോന്നണമെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായ ഒരു മോട്ടീവ് ഉണ്ടാകണം. ഈ ഷെമി എന്ന് പറയുന്ന ഉമ്മയുടെ കണ്ണുനീര് കാണാൻ കഴിയാതെയാകണം അഫാൻ ഇത് ചെയ്തത്. അഫാന് മറ്റ് ഭീകര സംഘടനകളുമായി ബന്ധമില്ല എങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ പ്രവർത്തിക്കാനായി കണ്ട്
അറപ്പ് മാറാനായി ചെയ്തതല്ല എങ്കിൽ പല സ്ലീപ്പർ സെല്ലുകളും വെഞ്ഞാറമൂട് നിരോധിത സംഘടന സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സ്ലീപ്പർ സെല്ലുകളിലൊന്നും അഫാൻ കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അഫാനെ അവർ വിലക്കെടുത്തിട്ടില്ല എങ്കിൽ ഈ ഉമ്മ ഷെമിയുടെ പകയാണ് അഫാൻ തീർത്തത് എന്ന് പറയേണ്ടി വരും. കാരണം ഷെമിയാണ് ബാപ്പ പ്രവാസ ജീവിതം നയിക്കുമ്പോൾ ഈ 2 മക്കളെയും വളർത്തുന്നതും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതും അവരെ നേർവഴിക്ക് നയിക്കുന്നതുമൊക്കെ ഈ ഉമ്മയായ ഷെമിയാണ്. അപ്പോൾ ഷെമി തൻ്റെ സങ്കടങ്ങൾ വീട്ടിൽ വന്നിരുന്ന് പറയുകയും അവർ നമ്മളെ ദ്രോഹിക്കുകയാണ്, നമ്മളെ സഹായിക്കാൻ അവർക്ക് കഴിയും, എന്നിട്ടും അവർ സഹായിക്കുന്നില്ല, ഇതിനെ ഒന്നും വച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, തീർത്ത് കളയണമെന്നുള്ള ഷെമി നിരന്തരമായി ഇത്തരം കാര്യങ്ങൾ അഫാനോട് പറയും. അപ്പോൾ ആ പറച്ചിൽ കേട്ടിട്ടാണ് ഇനി അഫാൻ തീർത്തത്, അല്ലെങ്കിൽ ഷെമിക്കും ഇതിൽ പങ്കുണ്ട്. ഷെമി എന്തിനാണ് അഫാനെ കാണണമെന്ന് വാശി പിടിക്കുന്നത്? കാരണം ഇപ്പോൾ പിന്നെ അബ്ദുറഹീമിൻ്റെ ഉമ്മയും പിന്നെ സഹോദരൻ്റെ ഭാര്യയും ഫർസാനയുമാണ് മരിച്ചത്. അത് ചിലപ്പോൾ ഷെമിയെ സംബന്ധിച്ച് വലിയ കാര്യമായിരിക്കില്ല. പക്ഷേ ഈ അഫ്സാൻ എന്ന് പറയുന്ന മകൻ, ആ മകൻ മരിച്ചത് മൂത്ത മകൻ്റെ കൈകൊണ്ടാണ്. അതും അതിക്രൂരമായാണ് കൊല ചെയ്യപ്പെട്ടത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ തൻ്റെ ഇളയ മകനെ ജീവിതത്തിലേക്ക് വളർന്നു വരുന്നതേ ഉള്ളൂ അവൻ. അപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളുള്ള, സ്കൂളിലൊക്കെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായ, പഠിക്കാൻ അതിസമർത്ഥനായ, ഇക്കായുടെ കൈവിരൽ തുമ്പ് പിടിച്ച് നടക്കുന്ന, ഇല്ലെങ്കിൽ ഒരിടത്തേക്കും പോകാത്ത ആ 15 വയസ്സുകാരനെ അല്ലെങ്കിൽ 14 വയസ്സുകാരനെയാണ് അതിക്രൂരമായി ഉപദ്രവിച്ച് കൊന്നത്. അപ്പോൾ ഇതൊക്കെ ഷെമിയും കൂടി അറിഞ്ഞുകൊണ്ടാണോ എന്നുള്ളൊരു ചോദ്യമാണ്. എൻ്റെ പേര് നീ ഒരിടത്തും പറയരുത് എന്ന് അഫാനോട് പറയാനാണ്. അഫാൻ എന്തായാലും ഇനി പുറത്തിറങ്ങാൻ സാധ്യത കുറവാണ്. കൃത്യമായി ഇതിൻ്റെ മോട്ടീവ് എന്താണെന്ന് പോലീസുകാർക്ക് കൃത്യമായി കോടതിയെ അറിയിക്കാൻ കഴിഞ്ഞാൽ അഫാൻ ഇനി ജീവിതത്തിൽ പുറത്തിറങ്ങുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട. കാരണം 5 പേരെ തീർത്തത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള സൂത്രധാര ഷെമിയാണോ എന്നുള്ളത് പോലീസ് കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. കാരണം ഈ ഉമ്മ ഇപ്പോഴും കള്ളം പറയുന്നത് എന്തിനാണെന്നുള്ളൊരു ചോദ്യം എല്ലാ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. എന്തിനാണ്? മകനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണോ ഷെമി കള്ളം പറയുന്നത്? അബ്ദുൾ റഹീമിനോട് പോലും ഷെമി കള്ളമാണ് പറയുന്നത്, താൻ കട്ടിലിൽ നിന്ന് വീണു എന്നുള്ളത്. അങ്ങനെ ഷെമി മാത്രം കട്ടിലിൽ നിന്ന് വീണ എങ്ങനെയാണ് ഇത്ര ഗുരുതരമായ പരിക്കേറ്റത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഷെമിയും കൂടി അറിഞ്ഞിട്ടാണോ? ഇനി ഷെമി ഇതറിഞ്ഞില്ല എന്ന് വരുത്തി തീർക്കാൻ ഷെമിയെയും കൊല്ലാൻ ശ്രമിച്ചു എന്ന് ബോധ്യപ്പെടുത്താനായി എല്ലാവരെയും കൊന്നതിന് ശേഷം ഷെമിയെ അതിക്രൂരമായി ഉപദ്രവിച്ചതാണോ? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. എന്തായാലും ഷെമി പറയുന്ന കാര്യങ്ങളിൽ വിരുദ്ധതയുണ്ട്. ആ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പുറത്തു വരിക തന്നെ വേണം. ഷെമിക്കിതിൽ പങ്കുണ്ടെങ്കിൽ അഫാനെ പോലെ തന്നെ ഷെമിയും അഴിയെണ്ണേണ്ടത് തന്നെയാണ്.